ഹലോ മീഡിയസ്, അപ്പോൾ ഇത് ഇന്നലെ ഇട്ട വീഡിയോൻ്റെ പാർട്ട് 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അമ്മ ലീവ് എടുത്തിരുന്നതിൻ്റെ അതേ ദിവസത്തെ വീഡിയോ തന്നെയാണ്. 2 പാർട്ടായിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ തട്ടിയടിക്കുന്ന സകല പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നടന്നു പോകേണ്ടതൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടു. കല്യാണം കഴിഞ്ഞ് കിട്ടിയതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ നാളായി വരണം എന്ന് വെച്ചിട്ട് ഇന്നാണ് അതിൻ്റെ സമയം ഒത്തു വന്നത്. അപ്പോൾ നല്ല ക്ലാരിറ്റിയും എഡിറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് കുറേ നേരം നോക്കിയിരിക്കുന്ന സ്വഭാവം എനിക്ക് മാത്രമാണത്. നിങ്ങൾക്കും ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ കല്യാണം കെട്ടാൻ പോകുന്ന സമയത്ത് ചെക്കന് ചതനം വരില്ലേ, അതാണ് ഇപ്പോൾ ഈ രംഗം കണ്ടത്. അപ്പോൾ കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴിച്ചു. കുറേ അച്ചാറൊക്കെ വരത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും മോളും അവിടുന്ന് ഫുഡ് കഴിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചില്ല കേട്ടോ. അവിടുന്ന് നേരെ നമ്മൾ ആലത്തൂരിലേക്കാണ് പോകുന്നത്. ആലത്തൂരിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തിരുന്നവർ ഹൗസ് വാമിങ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനാണ് ഈ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ സോപ്പ് കടയിൽ നിന്ന് പോയി സോപ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ തൊട്ടപ്പുറത്തെ ഫർണിച്ചർ കടയിലായിരുന്നു എൻ്റെ ശ്രദ്ധ. അവിടെയൊക്കെ പോയി സകല സാധനങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കബോർഡ് കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറയണേ, ഞാൻ എന്തെങ്കിലും ഒരു നാൾ വീടൊക്കെ വെച്ച് മാറുകയാണെങ്കിൽ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിത്തരണമെന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പർച്ചേസിങ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ മഹാത്ഭുതത്തിൽ നിന്ന് എൻ്റെ മോള് സെലക്ട് ചെയ്ത 2 കപ്പുകളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പഴയ 2 കപ്പുകളിനെ കളഞ്ഞിട്ട് ആ പുതിയ 2 കപ്പുകൾ ആ ഒരു സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്തു കേട്ടോ. ഇതെനിക്കും യെല്ലോ കളർ മോൾക്കും എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അവൾ വീട്ടിൽ വന്നിട്ട് സ്വഭാവം മാറി. കാരണം പിങ്ക് കളർ അവൾക്കും യെല്ലോ കളർ എനിക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയാം, നീ വലുതായിട്ട് കൊച്ചു കുട്ടികളെ പോലെ കാണിക്കേണ്ടെന്ന്. എന്നിരുന്നാലും ഇത്ര വളർന്ന് പന്തലിച്ചെന്ന് വെച്ചിട്ട് എനിക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അല്ല പിന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നടന്നു പോകേണ്ടതൊക്കെ ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ടു. ഞാൻ പാല് കാച്ചലിന് വന്നിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷനാണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു വട്ടം വീട് കണ്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ നമ്മുടെ പിന്നാലെ പോയി എല്ലായിടത്തും പിന്നെ നോക്കി. എനിക്കിത് ഭംഗിയായി, നല്ല ഇഷ്ടമായിട്ടോ. കാരണം എന്താ പറയുക, ഒരു പൂജാ റൂം, അതിലുപരി ഒരു ഷോക്കേഴ്സ് പോലത്തേക്കുള്ള ഒരു സെറ്റിങ്സാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നാണോ എന്തോ നമ്മളും ഇതുപോലെയൊക്കെ ഒരു വീട് കെട്ടിയിട്ട് മാറുന്നതെന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. അല്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ അതിനായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ വീടെല്ലാം കണ്ടു. നല്ല ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചായ കൂടിയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു വീട് കെട്ടിയിട്ട് മാറുന്ന സമയത്ത് എനിക്ക് സകല സാധനങ്ങൾ വാങ്ങി തരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. കുന്നോളം ആഗ്രഹിച്ചല്ലേ കുരുന്നോളം കിട്ടൂ അല്ലേ.